ഗാന്ധിജി സത്യാഗ്രഹ സഭ രൂപവത്കരിച്ചത് എന്തിനു നേരെ പ്രതിഷേധിക്കാനായിരുന്നു? സി. റൗലറ്റ് നിയമനോത്തരം. അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിന് വേദിയായ കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി എറണാകുളം. ഏത് രാജ്യത്തുള്ള ടെക്നിക്കൽ മിഷനെയാണ് ഇന്ത്യ അടുത്തിടെ എംബസിയായി ഉയർത്തിയത്? ഉത്തരം ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. 2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്കായി ഉപയോഗിക്കുന്ന ട്രയോണ്ട എന്ന ഫുട്ബോളിന്റെ നിർമ്മാതാക്കൾ ആര്? ഉത്തരം ഓപ്ഷൻ ബി അഡിഡാസ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച സമാധാന ചർച്ചകൾക്ക് വേദിയായ നഗരമേത്? ഉത്തരം ഓപ്ഷൻ സി കൈറോ. കൊങ്കൺ 25 ഇന്ത്യയും ഏത് രാജ്യവുമായി നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തിന് നൽകിയ പേരാണ്? ഉത്തരം ഓപ്ഷൻ ബി UK. മുതിർന്ന വ്യക്തികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും അവരുടെ ഏകാന്തതയ്ക്ക് പരിഹാരം കാണുന്നതിനുമായി സംസ്ഥാന സാമൂഹിക വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ സല്ലാപം. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം? ഉത്തരം ഓപ്ഷൻ സി ഹർമൻ പ്രീത് കൗർ. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AK ഗോപാലൻ അറസ്റ്റ് വരിച്ച വർഷമേത്? ഉത്തരം ഓപ്ഷൻ ബി 1930. സുരക്ഷാ വാൽവ് സിദ്ധാന്തം അഥവാ സേഫ്റ്റി വാൽവ് തിയറി ഏത് സംഘടനയുടെ രൂപവത്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നോവൽ രചിച്ചതാരി? ഉത്തരം ഓപ്ഷൻ ഡി ദീന ബന്ധുമിത്ര. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വേളയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ അധ്യക്ഷനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്ത് ത്രിവർണ പതാക കൈമാറിയ വനിതയാര്? ഉത്തരം ഓപ്ഷൻ സി ഹൻസ മേത്ത. ഇന്ത്യ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി നവകാലി. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ സെക്രട്ടറിയായി മലയാളി? ഉത്തരം ഓപ്ഷൻ എ VP മേനോൻ. 1948 ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടി ഏത് നാട്ടുരാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഹൈദരാബാദ്. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ദേശീയ ജലപാത 3. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകനാര്? ഉത്തരം ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഗോദാവരി നദി. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷമേത്? ഉത്തരം 1853. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമേത്? ഉത്തരം ഓപ്ഷൻ ഡി ജാറിയ. തെക്ക് കിഴക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ 11ാം അംഗരാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യമേത്? ഉത്തരം ഓപ്ഷൻ സി ടിമോർ ലെസ്റ്റെ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ എ KG ശങ്കരപിള്ള.